നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചാണ്. ഗവർണർ സർക്കാർ പോരിനിടെയാണ് നിയമസഭയിൽ ഇന്ന് നയപ്രഖ്യാപനം. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാത്ത ഗവർണർ ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തുമ്പോൾ കാണാനിരിക്കുന്ന കൗതുകങ്ങൾ ഒരുപാടുണ്ട് അല്ലെ? ഗവർണറെ മുഖ്യമന്ത്രി സ്വീകരിക്കുമ്പോൾ എന്താകും സീൻ? സർക്കാർ നേട്ടങ്ങൾ വിവരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ മുഴുവൻ വായിക്കുമോ? ഒരുപാട് ആകാംക്ഷയുണ്ട്. ആകാംക്ഷകൾക്കൊക്കെ ഇനി ഏതാനും മണിക്കൂറുകളുടെ ദൂരം മാത്രമാണുള്ളത്. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം അത് ഒരുപാട് ആകാംക്ഷയുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഗവർണർ പോരിനിടെ വരുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗം ആണ്. കഴിഞ്ഞ തവണ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗം? എപ്പോൾ മുതലാണ്? ഗവർണർ രാജ്ഭവനിൽ നിന്ന് എപ്പോഴിറങ്ങും? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അഞ്ജിത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി നടക്കുന്ന നിയമസഭാ സമ്മേളനമാണ്. അതിനാൽ തന്നെ വീറും വാശിയും കൂടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഭരണപ്രതിപക്ഷ വാക്പോരുകൾക്ക് ഈ സഭാ സമ്മേളനം സാക്ഷ്യം വഹിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൗതുകകരമായുള്ള വിഷയം എന്ന് പറയുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനമാണ്. നയപ്രഖ്യാപനത്തിനായി 9 മണിയോടെ ഗവർണർ രാജ്ഭവനിൽ നിന്നും സഭയിലേക്ക് എത്തും. സഭയിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും ചേർന്ന് ഗവർണറെ സ്വീകരിക്കും. അതെല്ലാം മുറ പോലെ നടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതിനുശേഷം സഭയിലെത്തി സ്പീക്കറുടെ നയപ്രഖ്യാപനമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരും ഗവർണറും തമ്മിൽ നേർക്കുനേറുള്ള ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടതാണ്. 2 പുതിയ മന്ത്രിമാർ കെ.ബി. ഗണേഷ് കുമാറും അതോടൊപ്പം തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പോലും ആ ഒരു സർക്കാരും ഗവർണറുമായുള്ള നീരസം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അന്ന് പരസ്പരം മുഖത്ത് പോലും നോക്കാതെ പോയ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെയാണ്. ഇന്നിപ്പോൾ ഈ സ്വീകരണ ചടങ്ങും അതിനെ തുടർന്നുള്ള ഈ പറയുന്ന നയപ്രഖ്യാപനവും എങ്ങനെയാകും എന്നുള്ളൊരു കൗതുകമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിലെ കൗതുകമാണ്. അത് ഈ നയപ്രഖ്യാപനം എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ നയവും വികസന നേട്ടങ്ങളും അക്കമിട്ട് നിരത്തുന്ന ഒരു പ്രസംഗം എന്നുള്ളതാണ് നയപ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നയപ്രഖ്യാപനത്തിൽ സർക്കാരിൻ്റെ പല നിലപാടുകളോടും വിയോജിപ്പുള്ള ഗവർണർ ഏതു തരത്തിൽ പ്രതികരിക്കും, ഏതു തരത്തിൽ ആ നയപ്രഖ്യാപനത്തെ കാണും എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. നയപ്രഖ്യാപനം ഗവർണർ മുഴുവനും വായിക്കണമെന്നില്ല. അതിൽ മുഴുവൻ സർക്കാരിൻ്റെ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വരും കാലത്തേക്കുള്ള നയങ്ങളുമാണ്. അതിനാൽ തന്നെ ഒരുപക്ഷെ കുറച്ച് വായിച്ചതിന് ശേഷം തൻ്റെ നീരസം പ്രകടിപ്പിച്ച് ഗവർണർ മടങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു നീരസം പ്രകടിപ്പിച്ച് ഗവർണർ മടങ്ങും. അല്ല, പൂർണ്ണമായും അത് വായിക്കുകയാണെങ്കിൽ ഭരണഘടനാ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ഈ ആദ്യത്തെ കുറച്ച് ഭാഗം വായിച്ച ശേഷം ഗവർണർക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അല്ല എങ്കിൽ ഒരുപക്ഷെ ഗവർണർ അത് മുഴുവൻ വായിക്കുകയും ചെയ്യും. എന്തായാലും അതൊരു കൗതുകമായി നിലനിൽക്കുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് 5-ാം തീയതി ബജറ്റുണ്ട്. ബജറ്റിന്മേലുള്ള ചർച്ചയുണ്ട്. അതിനിടെ കെ സുധാകരൻ്റെ സംസ്ഥാനതല ജാഥ നടക്കുന്നു. ബജറ്റ് മാറ്റിവെക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. അത് പക്ഷേ സ്പീക്കർ അടക്കം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കും. മാസപ്പടി ആരോപണമുണ്ട്. കണ്ടല ബാങ്ക് അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ അടക്കമുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. രാമജന്മഭൂമി ഏറ്റവും ഒടുവിൽ വന്ന രാമപ്രതിഷ്ഠ അടക്കമുള്ള. ഓക്കെ അമൽ, എന്തായാലും കുറച്ച് കഴിഞ്ഞ് അമലിലേക്ക് വീണ്ടും വരാം. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനെ പുകഴ്ത്തിയൊക്കെയുള്ള ഭാഗങ്ങൾ ഗവർണർ എങ്ങനെ വായിക്കുമോ എന്നതൊക്കെയാണ് ആകാംക്ഷ.